വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വന്ന് സഞ്ജു സാംസണിന് കിട്ടാത്ത വില വലിപ്പാന്ന് രേണു സുധിക്ക് ചെമ്പരത്തി വാർ ഉദ്ഘാടനം ചെയ്തിട്ട് വന്നിട്ട് കിട്ടിയത്. ഇത് മെഹനാസും ഇത് സഫ. ഇത് ലല്ലു, ഇത് ഫസ്മിന. ഫസ്മിന തൊപ്പിയുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം അവിടുന്ന് ഫസ്മിന പോയി. അതിനുശേഷം തൊപ്പിന്റെ ലൈഫിൽ നടന്ന ഒരു മിറാക്കിൾ ചേഞ്ച് എന്ന് പറയാം. രേണു സുധി പിന്നെ ഇതില് വീഡിയോയില് പിന്നെ ഓളെ ലൈഫ് സ്റ്റോറി പറയുന്ന പറഞ്ഞു, ബിഫോർ സുധിയേട്ടനും ആഫ്റ്റർ സുധിയേട്ടനും. ഓ രേണു സുധിനെ കൊണ്ട് ജീവിക്കുന്ന ഒരു ദിവസം മിനിമം. അപ്പോ ഹലോ ഗൈസ്, ഇപ്പോ ഒരാഴ്ചത്തെ സോഷ്യൽ മീഡിയയിലെ അപരാധങ്ങൾ അതാണ് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെ? വെറുതെ പറയണ്ട, എനിക്ക് ഒന്നും പറയില്ല. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ കിച്ചു സുധീന്റെ മൈ ലൈഫ് സ്റ്റോറി, അവിടെ തൊട്ടാണ് സോഷ്യൽ മീഡിയ ചൂടുപിടിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ സോഷ്യൽ മീഡിയ താരങ്ങൾ എന്ന് പറയുന്നത് കിച്ചു സുധിയും രേണു സുധിയാണ് എന്ന് പറഞ്ഞ ഇതിലെ വേണ്ട എനക്കൊന്ന് ഫസ്റ്റ് പോയിന്റില് രേണു സുധിയും ഇവനും തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യത്തിൽ. ഇനി ഈ ആഴ്ച ആറായിത്തീരുന്ന അറിയില്ല. അപ്പോ മൈ ലൈഫ് സ്റ്റോറി കിച്ചു 1.2 mm വ്യൂസ് കിട്ടിട്ടോ 10 ദിവസത്തിനുള്ളിൽ അല്ലേ? ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ആൾക്കാരും. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു നിർത്തി ഞാൻ ഇങ്ങനെ ഒരു മീഡിയ ഒക്കെ മാറ്റാം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നിന്നതാ. വിചാരിച്ച് വേണ്ട പറയാം. എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി പറയണമെന്നുണ്ട്. അപ്പം അതിൽ തന്നെ എൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അതിൽ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചിലപ്പം ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എന്താ പറയുക, കൂടുതലും എനിക്ക് നെഗറ്റീവ് ആയിരിക്കാം. ചിലപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പം എന്താണ് വെറുക്കാം, ഒന്നും അറിയത്തില്ല എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും. പക്ഷെ എന്തായാലും ഞാൻ എന്തായാലും പറയാന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ. പിന്നെ ഇവന്റെ കിച്ചുവിന്റെ ഈ ലൈഫ് സ്റ്റോറിന്റെ അതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്നാ? ഇപ്പൊ ഇറക്കാനുള്ള സാഹചര്യവും ആ വീഡിയോ എന്താ മനസ്സിലായി എനിക്ക്? ഇത് കിച്ചുവിന്റെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് തന്നെയാണ് കിച്ചുവിൻ്റെത്. അപ്പം ആ ഒരു കേസില് കിച്ചുവിന് സ്നേഹം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിച്ചുവിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പല വേറെ രീതിയിലേക്ക് പോയിട്ടും ഉണ്ട്. അപ്പം അത് ഇപ്പം വന്ന് ഇറക്കാനുള്ള സാഹചര്യം, ഇത്രയും കാലം പറയാണ്ട് ഇപ്പം വന്ന് ഇറക്കാനുള്ള സാഹചര്യം എന്ന് നമുക്ക് കുറച്ചും കൂടെ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ലേ? എനിക്ക് തോന്നുന്നത് പിന്നെ അവന്റെ നീ പറഞ്ഞ ട്രോമ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഭാര്യ എന്ന് പറഞ്ഞത്, പക്ഷേ ഭാര്യ എന്ന് പറഞ്ഞത് സുധീന്റെ ഫസ്റ്റ് ഭാര്യ പറയുന്നത് ശാലിനി ഇവനെ വിട്ടുപോയി, ഇവനെ ഒറ്റക്കാക്കിയിട്ട് പോയി. രണ്ടാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാല് വീണ. മൂന്നാമത്തെ ഭാര്യയാണ് ഈ സുധീന്റെ രേണു സുധി. പിന്നെ അതേപോലെ തന്നെ സുധി നല്ല പിന്നെ കള്ളൂടിയാണ്, നല്ല അല്ലേ, അഡിക്റ്റ് ആണ്, ഡ്രിങ്കിങ് അഡിക്റ്റ് ആണെന്നുള്ള ഇത് ആ ഒരു ഇന്റർവ്യൂ ഉണ്ട് 7 മാസം മുമ്പേ അവന്റെ റോബിൻ ചെയ്ത ഇന്റർവ്യൂല് പറയുന്നുണ്ട്. അതിനെല്ലാം ട്രോമ കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നു രേണു സുധി തന്നെയായിരിക്കും. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമായിട്ട് തോന്നുന്നത് രേണു സുധി തന്നെയായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് ട്രോള് വന്നുകൊടുക്കുന്ന, ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ ചെയ്ത് കൊടുക്കുന്ന രേണു സുധീന. ഒന്ന് പിന്നെ ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിൽ, പിന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ കോളേജിൽ പോകുന്ന ചെക്കനാ ഈ പിന്നെ കിച്ചു സുധി. അപ്പം പിന്നെ കോളേജിൽ പോകുമ്പം കൂട്ടുകാരടക്കുന്നു മറ്റേ അവിടുന്നേക്ക് ഇവന് വല്ലാണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. നിന്റെ അമ്മ ഇങ്ങനെയല്ലേ, ഇവിടെ ഒരു വീഡിയോ അല്ലേ ആരൊന്ന് ഷഫീന ബീവിന്റെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവന്റെ മറ്റേ ആ വടേന്റെ കേസെല്ലാം പറഞ്ഞിട്ട്. അതെല്ലാം അവൻ വല്ലാണ്ട് അതുകൊണ്ടായിരിക്കാം അവൻ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇവളും കുറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നുണ്ട് എന്ന് വെച്ചാല് പൈസ എന്നുള്ള രീതിയില് ഇപ്പം സുധി ആയാലും അതേപോലെ രേണു ആയാലും ഒരു പൈസയുടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓന് എന്ന് വെച്ചാല് ഓന് അതായത് മെന്റൽ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ഡിസ്കസ് ചെയ്യുന്നു ഓന്റെ ത്രൂ ഔട്ട് ലൈഫ് സ്റ്റോറിയില്. ശരി, അപ്പോ സെക്കൻഡ് പാർട്ട് വരുമായിരിക്കും അല്ലേ? അതാണ് ഇപ്പൊ എല്ലാരും
ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ സുധിയും അല്ല ഇടയ്ക്ക് ഒരു പിന്നെ ഇതിന്റെ കഴിഞ്ഞതിന് ശേഷം ഒരു ഹീരോ വന്നായിരുന്നു, ലൈവില് വന്നിട്ടുണ്ടായിരുന്നു. ഏത് ഇവൻ കിച്ചു സുധി ഈ വീഡിയോ ആയിട്ട് ഇറക്കിയത്. അതിന് ശേഷം ലൈവില് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സപ്പോർട്ട് ഈ വീഡിയോ ഇറക്കിയവിടെ പിന്നെ നല്ലോണം സപ്പോർട്ട് കിട്ടിയായിരുന്നു. ഈ സപ്പോർട്ട് കിട്ടിയതിന് ശേഷം പിന്നെ ലൈവിൽ വന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു എന്താണ് ഇവന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുതരാം, ഈ ട്രോമയൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ലൈവിലൊക്കെയാണ്. അപ്പോൾ സെക്കൻഡ് വീഡിയോ ആയിട്ടുള്ള ലൈവ് സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ അതെ, അതിപ്പം മോസ്റ്റ്ലി എല്ലാരും ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇത് പിന്നെ രേണു സുധി പിന്നെ റിപ്ലൈ അല്ല, അതേപോലെ കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഈ സുധി ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഈ കിച്ചുവിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഇനിയെന്ന്. അത് രേണുവിന് ഇഷ്ടല്ലാന്നുള്ള രീതിയിൽ കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി ആയിട്ട് രേണു സുധി ഇത് കൊടുക്കുന്നെന്ന് വെച്ചാല് കിച്ചുവിന്റെ പഠിപ്പ് മുടങ്ങുന്നതും മറ്റു കാര്യങ്ങൾ എല്ലാം കൊണ്ടാണ്. എനക്കും അങ്ങനെ തോന്നില്ല. അവർക്ക് പിന്നെ ഒരു സെലിബ്രിറ്റി ഒരു ലൈം ലൈറ്റിൽ നിൽക്കണം, അതേപോലെ ഒരു സെലിബ്രിറ്റി ആവണം, ഈ മീഡിയ അങ്ങനെ വല്ലാത്തൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ സുധി മരിക്കാൻ വേണ്ടി കാത്തുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലേ? അതാണ് ഇപ്പോൾ ലൈം ലൈറ്റിൽ വിമർശനങ്ങൾ ഉണ്ടാവുക, വിമർശിച്ചോട്ടെ, വിമർശിച്ചാൽ എനിക്കല്ലേ പിന്നെ റീച്ച് ഉണ്ടാവുക എന്നുള്ളൊരു കുപ്രസിദ്ധിയോ പ്രസിദ്ധിയോ ഈ കാര്യം നീ പറയുമ്പോ, അതായത് ഈ ഷൂട്ടിങ്ങിന് കൂട്ടി പോകുന്ന പറഞ്ഞില്ല കിച്ചു സുധീന, ഇവനെ കൂട്ടണോ ഇവളെ കൂട്ടിട്ട് പോണെന്നാൽ ശരി, ഓക്കെ, ഇവരെ കൂട്ടിട്ട് പോകണം, രേണു സുധീനെ കൂട്ടിട്ട് പോകണം എന്നല്ലാതായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലേ? വേറെ ഒന്നുണ്ട്, പിന്നെ സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാവും, മകനൊരു തടസ്സമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ. ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ പോവാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം ഇവരെന്തിനാ ഓക്കെയാണോന്ന് ചോദിക്കുന്നത് എല്ലാ ആൾക്കാരും വിളിച്ചിട്ട്. കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി പറയുന്നത് എന്തിന് രേണുവിനെ വിളിച്ചിട്ട് ഓക്കെ ആണോന്ന് ചോദിക്കുന്നത്? അത് കിച്ചുനെ വിളിച്ചിട്ടല്ലേ കിച്ചു ഓക്കെ ആണോന്ന് ചോദിക്കണ്ടേ? അല്ല, അതില് ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം രേണു സുധിക്ക് ഭയങ്കര വിമർശനങ്ങൾ വന്നില്ലായിരുന്നു? ഈ ഇവനല്ലേ അതുൽ ബ്ലോഗ്സ്, ഓന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് ഓൻ രേണു സുധിനെ കൊണ്ട് ജീവിക്കുന്ന ഒരു ദിവസം മിനിമം. എനിക്ക് അതിനെ ഇഷ്ടം, ആനന്ദുനി സെപ്പറേറ്റ് പറയാടോ, ഇതൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഈ അതൊരു പറയുന്നത് ഒരു ദിവസം മിനിമം ഒരു 4-5 വീഡിയോസ് ഇറക്കും രേണു സുധിനെ മാത്രമായിട്ട്. സാറേ ഓക്കെ, കണ്ടന്റ് എല്ലാം കോണ്ടന്റ് ഓക്കെ. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. ഇപ്പോഴീ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FBയിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോഴും പക്ഷെ ഒറിജിനാലിറ്റി കാര്യമില്ല. കണ്ണിന്ന് ഫസ്റ്റ് മാത്രമേ കുറച്ച് വെള്ളം വന്നു, ആദ്യം കുറച്ച് വെള്ളം വന്നു, അതിന് ശേഷം വെള്ളമൊന്നും വന്നിട്ടില്ല. കഷ്ടപ്പെട്ട് കരയുന്നവരുണ്ടായിരുന്നു. ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ
ബിഫോർ സൂചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങും തീരത്തില്ല. അല്ല ഇപ്പം രേണുസുതി പിന്നെ ഇതില് വീഡിയോയില് പിന്നെ ഓളെ ലൈഫ് സ്റ്റോറി പറയുന്ന പറഞ്ഞു, ബിഫോർ സുധിയേട്ടനും ആഫ്റ്റർ സുധിയേട്ടനും. പറയരുത് പ്ലീസ്. ഇവിടെ മാറ്റിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ശരി ശരി ശരി. പബ്ലിക് ടോയ്ലറ്റ് ആക്കരുത് പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചതാണ്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ. 5 സ്റ്റാർ ഹോട്ടലിൽ പോയില്ല, പക്ഷെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന പൊറോട്ട കഴിക്കാം. ഈ ഈ ഈ പൊറോട്ട ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പോയ സംഭവമില്ലേ, അത് കുറേ ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ട് രേണുസുതി മരിച്ച സമയത്ത് ബോഡി കാണാൻ പോകുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ രേണുസുതിന്റെ ഭാഗത്താണ്. എന്നിട്ട് അത് കിച്ചു തന്നെ വന്നിട്ട് പറഞ്ഞായിരുന്നു, ഏതോ മെസ്സേജോ എന്തോ പിന്നെ പിൻ ചെയ്തിട്ട് മെസ്സേജ് അത് അമ്മ ഉണ്ടായിരുന്നില്ല എന്തോ പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ അതില് രേണുസുതിന്റെ ഭാഗത്ത് തന്നെയാണ് പ്രശ്നം. ഇപ്പം വേറെ ഒന്നുണ്ട്, ഇപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ദുബായിൽ നിന്ന് മേഡം ഇറങ്ങിയിട്ടുണ്ട്. സഞ്ജു സാംസണിന് പോലും കിട്ടാത്ത വരവ്. അല്ലെ, എനക്ക് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വന്ന സഞ്ജു സാംസണിന് കിട്ടാത്ത വരവേൽപ്പാണ് രേണുസുതിക്ക്. ചെമ്പരത്തി വാർ ഉദ്ഘാടനം ചെയ്തിട്ട് വന്നിട്ട് കിട്ടിയത്. ചെമ്പരത്തി വാറിന്റെ ഉദ്ഘാടനത്തിന് പോയതില്ലേ. നമ്പർ 2 അവതാരല്ല അവരാധം. ഇപ്പം കാത്തിരിക്കുന്നുണ്ടെന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒറ്റമറയുന്ന ആൾക്കാരുണ്ട്, നല്ലതുപോലെ ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഇതെല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. അപ്പം ഇത്ര നാൾ എന്തുകൊണ്ട് വീഡിയോ ചോദ്യത്തിന് ഞാൻ കുറച്ച് സ്പീഡിൽ സംസാരിക്കുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് പേഴ്സൺ സെബിൽ എന്ന് പറയുന്ന ആള് ഒരു 6-7 ഇത് പാർട്ട് 1 കേട്ടോ. ലല്ലു ഇന്റർവ്യൂ റിയാക്ഷൻ പാർട്ട് 1 1 മണിക്കൂർ 10 മിനിറ്റ് 37 സെക്കൻഡാണ് ഫാസ്മീന മൈക്ക് എടുത്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ആരാണിവൾ? എവിടെയാണിവൾ? ഇതൊരു വല്ലാത്തൊരു സ്റ്റോറിയാണ്. ഇതൊരു ലൂപ്പാണ്. ഫസ്മിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. എനിക്ക് അറിയില്ല, എനിക്ക് ഇവരെ കുറിച്ച് അറിയില്ല. ഈ ഫസ്മിനെ കുറിച്ച് അറിയാം. അതിന് മുമ്പ് നീ പറഞ്ഞതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് തീർക്കാം. അതിന് ശേഷം നീ പറഞ്ഞു. ഈ ഫസ്മിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് തൊപ്പിയിലൂടെയാണ്. തൊപ്പിന്റെ എക്സ് അല്ലേ? അല്ല, ഇവിടെ എക്സ് ആണ് തൊപ്പി. അല്ല, അങ്ങനെയല്ല അവരുണ്ട്. എങ്ങനെ അവരുണ്ട്? തൊപ്പിന്റെ എക്സ് ആണ് ഇവിടെ എക്സ് ആണ്. ആ, എന്തോ ഒന്ന്. ഓക്കെ, തൊപ്പി കാരണമല്ലേ ഇവള് ഫേം ആയത്? ആ, തൊപ്പി കാരണമാണ് ഇവളെ 4 ആൾക്കാർ അറിയാൻ തുടങ്ങിയത്. തൊപ്പി കാരണമാണ്. വേറൊരു കാര്യം പറയാല്, എനക്ക് തൊപ്പിനെ മുമ്പ് ഇഷ്ടമല്ലായിരുന്നു. ഈ പിള്ളേരെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തൊപ്പി ഇഷ്ടമില്ല. ഈ പിള്ളേരൊക്കെ വീഡിയോ കാണുമ്പോൾ എന്തിനാ ഈ ഇവന്റെ വീഡിയോ ഒക്കെ കാണുന്നത് പറഞ്ഞു. പക്ഷേ ഫസ്മിന തൊപ്പിയുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം അവിടുന്ന് ഫസ്മിന പോയി. അതിനുശേഷം തൊപ്പീൻ്റെ ലൈഫിൽ നടന്ന ഒരു മിറാക്കിൾ ചേഞ്ച് എന്ന് പറയാം. വല്ലാണ്ട് പറയുന്നത്. ഞാൻ ആരാധകനായി പോയിരുന്നു തൊപ്പീൻ്റെ. എനിക്ക് തൊപ്പിനെ ഇഷ്ടമാണ്. ഭയങ്കര ആരാധകനായി പോയി ഞാൻ തൊപ്പീനെ. ഭയങ്കര വല്ലാത്തൊരു ചേഞ്ച് ആയിരുന്നു. ഇനി പറ ഫസ്മിന ലൂപ്പ് യൂണിവേഴ്സ്. ഇതൊരു പ്രത്യേക യൂണിവേഴ്സ് ആണ്. അതായത് 2 ആൾക്കാര്, അതായത് മെഹനാസും റിഫയും. അതായത് മെഹനാസിന്റെ ആദ്യ ഭാര്യയായിരുന്നു റിഫ. ഈ മെഹനാസിന്റെ ആദ്യ ഭാര്യയായിരുന്നു ഈ റിഫ. എന്നിട്ട് റിഫ മരിച്ചതിന് ശേഷം റിഫ ആത്മഹത്യയായിരുന്നു. റിഫ മരിച്ചതിന് ശേഷം സഫ എന്ന് പറഞ്ഞ വേറൊരു പെൺകുട്ടിനെ കല്യാണം. ഈ മെഹനാസിന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടി വന്നു, സഫ. പിന്നെ വേറൊരു ടീം, അതായത് ലല്ലു,
അതേപോലെ ഫസ്മിന സക്കീർ. നീ ഇതിടെ പൊന്തിച്ചു ഇത് മെഹനാസും ഇത് സഫ. ഇത് ലല്ലു, ഇത് ഫസ്മിന. ഫസ്മിന. ഓക്കെ. ഇത് ഫസ്മിനയുടെ സോറി സഫീം. ഇതാണ് സഫ. ഇവിടെയാണ് സഫ ഉള്ളത്. സഫീം സഫീം ലല്ലു തമ്മില് കണക്ഷൻ ആവുന്നു. ഇത് അപ്പൊ മഹനാസ് ഇവിടെ ഒറ്റക്ക്. ഇത് ഇത് അറിഞ്ഞിട്ട് ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവര് അവിഹിതം കണ്ടുപിടിക്കുന്നു. അതായത് മെഹനാസും ഫസ്മിനെ ഇവർ അവിഹിതം കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതാണ് ഒരു ലൂപ്പ്. ശരി, മനസ്സിലായില്ലേ? ഇനി കണ്ടുപിടിച്ചു ഇല്ലയോ? ഇപ്പം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഡിഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മെഹനാസ് ഇപ്പോഴില്ലേ? എവിടെയുണ്ട് സഫി? ഇപ്പൊ എവിടെയുണ്ട്? ഓക്കെ. ആക്ച്വലി മനസ്സിലാവില്ല, എനിക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് മനസ്സിലാവുന്നുണ്ടോ? ഒരു മെഹനാസ്, ഒരു സഫ, പിന്നെ ഇവിടെ വരുന്ന ഒരു ഫസ്മിന, ലല്ലൂമ്പി അല്ലെ? ലല്ലൂമ്പി ആരാ? ഇവിടെ പേരാന്ന് തോന്നുന്നു. അല്ല, ഫസ്മിന എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ലല്ലു. പക്ഷെ ഇവിടെ ലല്ലൂമ്പി എന്നല്ല വിളിക്കല്. അങ്ങനൊന്നും ഉണ്ടാ? ഇല്ല. അത് കോമഡി മതിയാ? ഞാൻ ചോദിച്ചു അത് പിന്നെ ഒരു ഓളെ പിന്നെ ഒരു പെറ്റ് നെയിമാണ് ലല്ലൂമ്പി എന്ന് പറഞ്ഞത്. ശരിക്കൂമ്പിയതാണ്. ശരി, ഇത് ആകെ കൺഫ്യൂഷനാണ് ടോട്ടലായിട്ട്. ഇപ്പം ഇവർ അവിഹിതം പിടിച്ചു, ഇവൻ ഡൈവേഴ്സായി, ഡൈവേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇവൻ ഇന്റർവ്യൂവിൽ കയറിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പക്ഷെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ ഫസ്റ്റ് ഇത് വന്നിട്ടായിരുന്നു ഇവളെ ഫസ്റ്റ് പാട്ട് യൂട്യൂബില്. ഇതിന്റെ ഇടയിൽ വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാല് ഡയറി, അതാണ് ഇതുവരെ ഉത്തരം കിട്ടാത്തൊരു ഡയറി. ആ ഡയറിനെ ബേസ് ചെയ്തിട്ട് അല്ല, ഇപ്പൊ ഈ ഡയറിയുടെ വിഷയം വന്നതിന് ശേഷം റിഫക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഫസ്മിനക്ക് കൊറേ പ്രശ്നങ്ങളാണ്. അതായത് 2 ഫോൺ ഉണ്ടെങ്കിലേ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ. അതേപോലെ അത് ഞാൻ രണ്ടാമത്തെ വീഡിയോയില് പ്രഗ്നന്റ് വീഡിയോയില് പറഞ്ഞേക്കെ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലെ? യൂട്യൂബ് ചാനൽ. സോ ഞാൻ വീട്ടിലല്ല, എന്റെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് തന്നെ സൗണ്ട് കുറവായിരിക്കും. നമ്മളെ കയ്യിൽ മൈക്കില്ല, അതുകൊണ്ട് സൗണ്ട് കുറവായി കഴിഞ്ഞാൽ പറഞ്ഞു പോകുന്നു. ഒന്ന് ക്ഷമിച്ചേക്കാം. നമ്മളെ കയ്യിൽ മൈക്കില്ല, വീട്ടിലാണ്, ഫാൻ ഓടുന്നുണ്ട് മുകളിൽ, അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ. ഉച്ചയ്ക്ക് സംസാരിക്കുന്നത്. ഇനി ഇത്രയും ദിവസം 2 ദിവസം എന്താ വീഡിയോ ഇടാന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ഏത് നേരം വീഡിയോയുടെ പിന്നിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. പേഴ്സണലി നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ്. ഇപ്പൊ അത് പല രീതിയിൽ വളച്ചൊടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ടു ബി ഓണസ്റ്റ് അറ്റ് ദ പോയിന്റ് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് കുച്ച് ബി ഹോ മുझे कुछ नहीं फर्क पड़ता. അതാണ്. ആൻഡ് ഓൾസോ ലാസ്റ്റ് വീഡിയോയിൽ ഞാനൊരു കമന്റ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡയറിയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഡയറിയുടെ കാര്യമല്ല ഈ വീഡിയോ. അല്ലല്ല, ഇവള് ഡയറിന്റെ കാര്യം പറയില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് അറിയാം. ഈ ഡയറി എന്ന് പറഞ്ഞാൽ ഇവക്ക് കിട്ടിയ ഏറ്റവും നല്ല കോണ്ടന്റാണ്. അതൊരു കോണ്ടന്റ്. പിന്നെ വെച്ചാൽ അതിനെ കുറിച്ച് പറയാൻ അവർക്ക് ഇവക്ക് കിട്ടിയതല്ല, ലല്ലുവിന്റെ ഏറ്റവും വലിയ പിടിവള്ളിയായി മാറിയത് ഡയറിയാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോഴും അല്ല, ഇവിടെ ഉണ്ടല്ല ഈ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇതൊരു കോണ്ടന്റ് ആയിട്ട് ഉറക്കും. ഇപ്പൊ അത്രക്കും മീഡിയാസിൽ പോയിട്ട് ഇവളെ എത്രത്തോളം നാറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം നാറ്റിരിച്ചു കഴിഞ്ഞു ലല്ലു അല്ലേ? അപ്പം ഈ അനന്തുവിന്റെ വീഡിയോ കണ്ടിട്ട് അനന്ത് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ പിന്നെ ഫസ്റ്റ് പറയേണ്ടത് ഇവൻ ലല്ലു പോയിട്ട് മീഡിയാസിൽ പോയി പറഞ്ഞ കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതെ, പിന്നെ നമുക്ക് നേരെ ഒരു അലിഗേഷൻ വരുമ്പോ നമ്മൾ ആ അലിഗേഷൻ അല്ലാന്ന് പ്രൂവ് ചെയ്യേണ്ട നമ്മൾ ഉത്തരവാദിത്തമായിട്ട് മാറുന്നു. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് വേറെ പല കാര്യത്തിലുമാണ് ഇന്റർവ്യൂ റിയാക്ഷൻ. അതായത് അനന്തുവിന്റെ നേരെ ചീത്ത വിളിക്കുക. അതെ, അനന്ത് ചോദിച്ച ചോദ്യങ്ങള് കുറെ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്.
അതെ അതെ അനന്തു പിന്നെ കറക്റ്റ് ആയിട്ട് മറുപടി അതെന്നാണ് വീഡിയോ നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല, ഇതല്ല ഈ ഉത്തരം വീഡിയോ. മുട്ടുമ്പോൾ കൊഞ്ഞാണം കുത്തും എന്നൊക്കെ പറയുന്ന പോലെയാണ് ചിലവർ ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിക്കും ഗൈസ്. ഫസ്മിന ലല്ലു വിഷയത്തിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഫസ്മിനയ്ക്ക് ഉത്തരവില്ലാതെ വന്നപ്പോ ഇപ്പൊ ഫസ്മിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടേക്കൊന്നു എന്നെ തെറി വിളിച്ചോട്ട്. നമ്മളെ വീഡിയോ കൊണ്ട് ഇത്രയും പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കൊണ്ടല്ലോ. സന്തോഷം വേണ്ടി മോളെ, സന്തോഷം. ഇതാണ് എന്റെ വിജയം. പുതിയ സ്റ്റോറി ആണെന്ന് വായിക്കാം. ഫസ്റ്റിനോടെ സ്ലോ സ്റ്റോറി നമുക്ക് വായിക്കാം. അതായത് ആനന്ദ് പറഞ്ഞ ശരിയാണ്. ഉത്തരം മുട്ടുമ്പോ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഞാൻ ആ വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഷോർട്സ് നമ്മളെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് ആരാണ് ഈ ജെ, വോയിസ് ജെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജവാൻ, എന്താണ് ജോയിന്റ്, പിന്നെ അറിയാം പറയാത്തോണ്ടാണ്. അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ നമ്മൾ ഷോർട്സ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഫസ്മിനെ കുറിച്ചിട്ട് അത് വിട്ട് ആ ലൂപ്പിൽ കിടന്ന് കറങ്ങിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ മഹനാസ് ഇവിടെയല്ലേ, മെഹനാസ് ഇവിടെയല്ലേ. ഓനെ കാണുന്നില്ല, ഞാൻ കണ്ടിട്ടാണ്. ഇപ്പം പർപ്പിൾ ഹാൽസ്യ, അതായത് നമ്മളെ